ഭാഗം 2. പുസ്തകം 6 അധ്യായം 10. നരകത്തിന്റെ മേൽ ക്രിസ്തുവിന്റെ വിജയം. ദൈവം മനുഷ്യനായി അവതരിക്കുമെന്ന് ലൂസിഫറിന് അറിയാമായിരുന്നു. എന്നാൽ അത് എവിടെയെന്നും എപ്പോഴെന്നും അവൻ അറിഞ്ഞിരുന്നില്ല. അഹന്ത നിമിത്തം അവൻ അന്ധനായിരുന്നു. ലൂസിഫർ ചിലപ്പോൾ ക്രിസ്തു തന്നെയാണ് ദൈവമെന്നു കരുതി. കാരണം അവന്റെ അത്ഭുതങ്ങൾ ലൂസിഫറും കണ്ടിരുന്നു. അതേസമയം പലപ്പോഴും ക്രിസ്തു തിരസ്കൃതനും നിന്ദ്യനും ദരിദ്രനും ക്ഷീണിതനും പീഡിതനും ആയി കാണപ്പെട്ടതുകൊണ്ട് അവൻ ദൈവമല്ല എന്നും സങ്കൽപ്പിച്ചു. പരസ്പര വൈരുദ്ധ്യം സ്ഫുരിച്ചിരുന്ന ഈ കാഴ്ചകൾ മൂലം സാത്താൻ തന്റെ ആശയക്കുഴപ്പത്തിൽ ഉഴലുകയും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന അവിടുത്തെ കുരിശാരോഹണത്തിന് സമയം വരെ ആ അന്വേഷണം തുടരുകയും ചെയ്തു. കുരിശാരോഹണ വേളയിൽ കർത്താവ് തന്റെ മനുഷ്യരൂപത്തെ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത നിമിഷത്തിൽ സാത്താൻ സത്യം തിരിച്ചറിയുകയും പരാജയത്തിന്റെ പടുകുഴിയിൽ വീഴുകയും ചെയ്തു. ലൂസിഫറും കിങ്കരന്മാരും കർത്താവ് തന്റെ കുരിശ് ഏറ്റെടുക്കുന്നത് കണ്ട നിമിഷത്തിൽ തന്നെ അവിടെ നിന്ന് പലായനം ചെയ്യാനും നരകത്തിലേക്ക് ഓടിയൊളിക്കാനും ആഗ്രഹിച്ചു. എന്തെന്നാൽ ആ നിമിഷം മുതൽ അവന് കർത്താവിന്റെ ശക്തിയുടെ ആഘാതം അനുഭവപ്പെട്ടു തുടങ്ങി. തങ്ങളുടെ ഗൂഢശ്രമങ്ങളിലൂടെ മരണത്തിനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഈ നിഷ്കളങ്ക മനുഷ്യൻ വെറും മനുഷ്യനല്ല എന്നും അവന്റെ മരണം തങ്ങൾക്ക് വിനാശമായി തീരുമെന്നുമുള്ള സത്യം ദൈവിക ഇടപെടലിലൂടെ അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് രംഗത്തു നിന്നും പലായനം ചെയ്യാൻ അവൻ ആഗ്രഹിച്ചു. ഇതുവരെയും അവർ യഹൂദരെയും കൊലയാളികളെയും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ആജ്ഞപ്രകാരം പൈശാചിക ഗണങ്ങൾ ബന്ധനസ്ഥരാക്കപ്പെട്ടു. അതിനാൽ അവർക്കും ക്രിസ്തുവിനൊപ്പം കാൽവരിയിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ നിയന്ത്രിച്ചിരുന്നത് പരിശുദ്ധ മറിയത്തിന്റെ കരങ്ങളാണ്. തന്റെ തിരുക്കുമാരന്റെ ദിവ്യശക്തിയാൽ അവൾ സാത്താനെയും അനുചരന്മാരെയും കീഴ്പ്പെടുത്തി. പലതവണ അവർ ബന്ധനം ഭേദിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തി. എന്നാൽ ദൈവപുത്രന്റെ അപ്രതിരോധ്യ ദിവ്യശക്തി മറിയത്തിലൂടെ പ്രവർത്തിച്ചതിനാൽ അവർ നിസ്സഹായരായി തീർന്നു. കാൽവരിയിലേക്ക് നടക്കാനും കുരിശിൻ ചുവട്ടിൽ നിൽക്കാനും പരിശുദ്ധ അമ്മ അവർക്ക് അലംഘ്യമായ ആജ്ഞ നൽകി. അവർ അവിടെ സ്തംഭിച്ച് നിശ്ചലരായി. മനുഷ്യവിമോചനത്തിനും പൈശാചിക ശക്തികളുടെ വിനാശത്തിനുമായി അവിടെ ആവിഷ്കരിക്കപ്പെട്ട ദിവ്യ മഹാരഹസ്യങ്ങളുടെ പരിസമാപ്തി അവർക്ക് കാണേണ്ടി വന്നു. കർത്താവിന്റെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അവന് കഠിനയാതനകൾ പ്രദാനം ചെയ്തു. നരകത്തിന്റെ ഇരുൾ തടങ്ങളിൽ പോയി ഒളിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവന് അനുവാദം ലഭിച്ചില്ല. അതിനാൽ അവർ കോപാക്രാന്തരായി പരസ്പരം ആക്രമിക്കുകയും കൂടിളകിയ കടന്നലുകളെപ്പോലെ ആവുകയും ചെയ്തു. അവർ ഭീകര വ്യാളികളെക്കാളും ക്രൂരരായിത്തീർന്നു. ഈ ചരിത്രാതീത വ്യാളിയെ നിശേഷം തോൽപ്പിക്കാനുള്ള സമയമായി. അതിനായി നിയോഗിക്കപ്പെട്ട ജീവന്റെ ഉടയവൻ പ്രത്യക്ഷനായി. ഇതായിരുന്നു പിശാചിന്റെ മോഹഭംഗത്തിന്റെ മണിക്കൂർ. ജീവന്റെ നാഥന്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ ആ സ്വരത്തിനെതിരെ കാതടയ്ക്കാൻ സാത്താന് കഴിഞ്ഞില്ല. കർത്താവ് തന്റെ അവസാനത്തെ 7 തിരുവചസ്സുകൾ അരുളി ചെയ്തു. അവയിലടങ്ങിയ മഹാരഹസ്യങ്ങൾ സാത്താനും പരിവാരങ്ങളും കേട്ടു. രക്ഷകനിതാ തന്റെ ആദ്യ വചനം ഉരുവിടുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. കർത്താവായ ക്രിസ്തു തന്റെ സ്വർഗസ്ഥനായ പിതാവിനോടാണ് സംസാരിക്കുന്നതെന്ന് ഇരുളിന്റെ രാജകുമാരന്മാർ അറിഞ്ഞു. അവൻ പിതാവിന്റെ ഏകജാതനും സത്യദൈവവുമാണ്. പിതാവിനോടും പരിശുദ്ധാരൂപിയോടുമൊപ്പം അവിടുന്ന് സത്തയിലൊന്നായിരിക്കുന്നു. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി അവരൊന്നായി ഇതാ തന്റെ സർവ്വയോഗ്യതകളെയും ആദത്തിന്റെ സന്തതികളുടെ പാപമോചനത്തിനായി സമർപ്പണം ചെയ്തിരിക്കുന്നു. തന്നെ കുരിശിലേറ്റിയ നീചർ പോലും ആ രക്ഷയുടെ ഫലങ്ങൾ നുകരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ലൂസിഫറും അവന്റെ കിങ്കരന്മാരും കോപനൈരാശ്യത്തിലാണ്ടു. നിസ്സഹായരായിത്തീർന്ന അവർ നരകത്തിന്റെ ഇരുൾക്കുഴിയിലേക്ക് സ്വയം വലിച്ചെറിയാൻ ആഗ്രഹിച്ചു. എന്നാൽ സ്വർഗീയ രാജ്ഞിയുടെ ബന്ധനത്തിൽ നിന്ന് മോചിതരാകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതാ ഞാൻ പറയുന്നു, ഇന്നു നീ എന്നോടുകൂടി പർദീസയിലായിരിക്കും. ലൂക്ക 23:43 എന്ന് അവിടുന്ന് അരുളി ചെയ്തപ്പോൾ സാത്താന്റെ പരിവാരം ഒരു കാര്യം കൂടി അറിഞ്ഞു. രക്ഷയുടെ ഫലങ്ങൾ നീതിമാന്മാരുടെ മഹത്വീകരണത്തിലാണ് പൂർത്തിയാക്കുക എന്ന സത്യം. ഈ മണിക്കൂർ മുതൽ ക്രിസ്തുവിന്റെ ശക്തി നൂതനമായ ഒരു ശക്തിയായി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നവരറിഞ്ഞു. ആ ശക്തി പർദീസായുടെ വാതായനങ്ങൾ തുറക്കും. ആദി പാപത്തിലൂടെ അടയ്ക്കപ്പെട്ട നിത്യകവാടങ്ങൾ മനുഷ്യവർഗത്തിനായി തുറന്ന് അതിലൂടെ അവർ നിത്യാനന്ദത്തിന്റെ പറുദീസയിൽ തങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങൾ അവകാശപ്പെടുത്തും. ഈ നിമിഷം വരെ അത് അസാധ്യമായിരുന്നു.
ഇപ്പോൾ സാത്താൻ കർത്താവിന്റെ രക്ഷാകര ശക്തി തിരിച്ചറിഞ്ഞു. ഇതു ദർശിച്ച ലൂസിഫറിനുണ്ടായ സ്തോഭവിസ്മയങ്ങൾ വർണ്ണിക്കാനാവില്ല. അവൻ അത്യന്തം ലജ്ജിതനായി നരകത്തിലേക്ക് പോകാൻ തന്നെ അനുവദിക്കണമേ എന്ന് പരിശുദ്ധ കന്യകയോട് അപേക്ഷിച്ചു. അവളുടെ സാന്നിധ്യം അവന് താങ്ങാനാവാത്തതായിരുന്നു. എന്നാൽ അവന്റെ സമയം സമാഗതമാകാത്തതിനാൽ അവൾ അനുമതി നൽകിയില്ല. മൂന്നാമത്തെ വചനമായ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന വചനം കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ ദൈവമനുഷ്യന്റെ അമ്മ തന്നെയാണെന്ന സത്യം സാത്താൻ തിരിച്ചറിഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ച വേളയിൽ ആകാശത്ത് കാണപ്പെട്ട സ്ത്രീരൂപം ഇതായിരുന്നു. പിന്നീട് തങ്ങളുടെ തല തകർക്കുന്ന സ്ത്രീ എന്ന് ഭൗതിക പറുദീസയിൽ വച്ച് ദൈവം പ്രഖ്യാപിച്ചവൾ. സകല സൃഷ്ടികളുടെയും മേൽ ഈ സ്ത്രീക്കുള്ള പരമാധികാരവും അവളുടെ അപ്രതിരോധ്യ ശക്തിയും ഇപ്പോൾ അവർക്ക് വെളിവായി. ലോകാരംഭം മുതൽ ഈ സ്ത്രീ ആരെന്നറിയാനുള്ള അന്വേഷണം പിശാചുക്കൾ കൗശലപൂർവം നടത്തിയിരുന്നു. സ്വർഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഈ സ്ത്രീയെ പരിശുദ്ധ മറിയമായി അവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ഈ നിമിഷം വരെയും അവർ അവളെ അവഗണിക്കുകയായിരുന്നു. ഇപ്പോൾ സാത്താനും കിങ്കരന്മാരും അത്യധികം കോപാക്രാന്തരായി. ഇപ്രകാരം അവർ സ്വയം വഞ്ചിതരായിരിക്കുന്നു. തങ്ങളുടെ അഹന്ത അവരെ ചവിട്ടി ഞെരിച്ചിരിക്കുന്നു. അവർ തങ്ങൾക്കെതിരെ തന്നെ വെറി പൂണ്ടിരിക്കുന്നു. രക്തദാഹികളായ സിംഹങ്ങളെപ്പോലെ സ്വർഗീയ രാജ്ഞിക്കെതിരെ അവർ കലിക്കൊണ്ടിരുന്നെങ്കിലും അത് അവളെ ഒരു തരത്തിലും സ്പർശിച്ചതേയില്ല. ഇതിലും ഉപരിയായി പരിശുദ്ധ ദൈവമാതാവിന്റെ കാവലാളും രക്ഷകർത്താവും തന്റെ പുരോഹിതനുമായി വിശുദ്ധ യോഹന്നാനെ നിയോഗിക്കുന്നതും അവർ കാണുകയും കേൾക്കുകയും ചെയ്തു. രക്ഷകന്റെ മഹത്വത്തിലും ദൗത്യത്തിലും പ്രത്യേകം പങ്കുപറ്റുന്ന തന്റെ പുരോഹിത ഗണത്തിന്റെ ശക്തി അവർ യോഹന്നാനിൽ ദർശിച്ചു. ഒപ്പം തന്നെ കർത്താവിന്റെ മറ്റു നീതിമാന്മാരായ വിശ്വാസി ഗണവും അവിടുത്തെ പ്രത്യേക സംരക്ഷണയിൽ നരകവാതിലുകൾക്കെതിരെ പ്രബലപ്പെടുന്നതും അവർ മനസ്സിലാക്കി. ലൂസിഫറിന്റെയും അവന്റെ സൈന്യത്തിന്റെയും പൂർണ്ണ പരാജയം ഉറപ്പായി. കർത്താവിന്റെ നാലാമത്തെ വചനം സ്വർഗീയ പിതാവിനെ സംബോധന ചെയ്യുന്നതായിരുന്നു. എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ദൈവത്തിന്റെ അതിരറ്റ കാരുണ്യം മനുഷ്യർക്കായി തുറന്നു വച്ചിരിക്കുന്നുവെന്ന സത്യം ഈ വചനത്തിൽ പിശാച് തിരിച്ചറിഞ്ഞു. സ്ഥലകാലങ്ങളെ അതിലംഘിക്കുന്ന ഈ കരുണയെ വെളിപ്പെടുത്താനായി നിഗൂഢമായ രീതിയിൽ അവിടുന്ന് തന്റെ ദൈവികതയെ മറച്ചുവെച്ചു. തന്റെ മനുഷ്യത്വത്തിന്റെ മേലുള്ള ദൈവിക സ്വാധീനം അവിടുന്ന് ലഘൂകരിച്ചു. അതിലൂടെ ഏറ്റവും ഉന്നതമായ രീതിയിൽ തീവ്ര സഹനങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ നിന്ന് സമൃദ്ധമായ ആത്മഫലങ്ങൾ ജനിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മനുഷ്യവർഗത്തിൽ ഒരു വിഭാഗത്തിന്റെ രക്ഷയെ കൂടി ഉറപ്പിക്കാൻ അനുവദിക്കാത്തത് എന്നവൻ ചോദിക്കുകയായിരുന്നു. അതിന് പിതാവ് അനുവദിക്കുമെങ്കിൽ ഇപ്പോഴുള്ളതിൽ കൂടുതൽ സഹിക്കാനും താൻ തയ്യാറാണെന്ന് അവൻ അറിയിച്ചു. സ്വർഗപിതാവിനാൽ ഇത്രമേൽ മനുഷ്യവർഗം സ്നേഹിക്കപ്പെടുന്നതറിഞ്ഞ സാത്താൻ അസൂയയാൽ നിറഞ്ഞു. അവനും അവന്റെ സൈന്യവും ഈ കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ പിന്നിലുള്ള സർവശക്തി ദർശിച്ചു. ഈ അറിവ് അഹന്ത നിറഞ്ഞ അവരുടെ വിദ്വേഷത്തെ തച്ചുടച്ചു കളഞ്ഞു. ദൈവശത്രുക്കൾ തങ്ങളുടെ ദൗർബല്യവും തിരിച്ചറിഞ്ഞു. സ്നേഹത്തിന്റെ ശക്തിയെ അവർക്ക് തോൽപ്പിക്കാനാവുകയില്ല. മനുഷ്യർ അതിന്റെ സ്വാധീന വലയത്തെ അവഗണിക്കാതിരുന്നാൽ മാത്രം മതി. അഞ്ചാമത്തെ വചനമായ എനിക്കു ദാഹിക്കുന്നു എന്ന പ്രസ്താവം സാത്താന്റെയും അവന്റെ അനുചരന്മാരുടെയും മേൽ ക്രിസ്തു നേടിയ വിജയത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. തങ്ങളുടെ പൂർണ്ണ പരാജയത്തെ കർത്താവ് അവർക്ക് വ്യക്തമായി കാണിച്ചു കൊടുത്തു. തങ്ങളുടെ പരാജയം അവരെ കൂടുതൽ കോപാകുലരാക്കി. അവരോട് ദൈവസുതൻ ഇപ്രകാരം പറഞ്ഞു: മനുഷ്യർക്കായി ഞാൻ ഇത്രയും സഹിക്കുന്നതും അവരോടുള്ള എന്റെ സ്നേഹവും ഇത്രമേൽ മഹത്തരമായി നിങ്ങൾ കാണുന്നെങ്കിൽ ഒരു കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അവരെ പ്രതിയുള്ള എന്റെ സ്നേഹം ഇപ്പോഴും പൂർണ്ണമാകുന്നില്ല. അവരുടെ നിത്യരക്ഷയ്ക്കായി അത് അനുസ്യൂതം ദാഹിച്ചുകൊണ്ടിരിക്കുകയും സഹന ദുഃഖങ്ങളുടെ മഹാപ്രവാഹത്തിലും അത് അണയാത്ത തീയായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആവശ്യമെങ്കിൽ ഇതിലുമേറെയും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്തെന്നാൽ നിന്റെ ക്രൂരഭരണത്തിൽ നിന്നവർ മോചിതരാകുകയും നിന്റെ അഹന്തയ്ക്കും വിദ്വേഷത്തിനുമെതിരെ അവർ ശക്തരായി തീരുകയും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ 6-ാം വചനം ഇതായിരുന്നു: എല്ലാം പൂർത്തിയായി. മനുഷ്യ അവതാരത്തിന്റെയും രക്ഷാകര ദൗത്യത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ പരിപൂർണമായും ദൈവിക ജ്ഞാനത്തിന്റെ കൽപ്പനയനുസരിച്ച് നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഈ വചനം കേട്ടപ്പോൾ ലൂസിഫർ തിരിച്ചറിഞ്ഞു. നമ്മുടെ രക്ഷകനായ ക്രിസ്തു പൂർണ്ണമായ വിധേയത്വത്തോടെ ഇതാ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ദൈവം പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും അറിയിച്ചിരുന്ന
എല്ലാ വാഗ്ദാനങ്ങളും സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവൻ കാണിച്ച എളിമയും അനുസരണവും വഴി സ്വർഗത്തിലായിരുന്നപ്പോൾ ലൂസിഫറും അനുയായികളും കാണിച്ച അഹന്തയ്ക്കും അനുസരണക്കേടിനും ദൈവത്തോടുള്ള വിധേയത്വമില്ലായ്മയ്ക്കും പരിഹാരം ചെയ്യപ്പെട്ടിരിക്കുന്നു. തങ്ങൾ വെറുത്ത കർത്താവിനാൽ ഇപ്പോഴവർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം മുതൽ ക്രിസ്തു തന്റെ ഉന്നതവും ഉദാത്തവും അനന്തവുമായ യോഗ്യതകളാൽ അവൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും മേലുള്ള തന്റെ അധികാരം പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതു നിത്യപിതാവിന്റെ അനുവാദപ്രകാരമാണ്. മേൽ പറഞ്ഞ വചനത്താൽ ലൂസിഫറിനെയും അവന്റെ അനുയായികളെയും നിത്യനരകത്തിന്റെ അടിത്തട്ടിലേക്ക് പലായനം ചെയ്യിക്കാൻ അവൻ ഉത്തരവായി. അവൻ തന്റെ 7-ാമത്തെ വചനവും അരുളിച്ചെയ്തു: പിതാവേ, നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ലൂക്ക 23:46. മഹാശക്തയും രാജ്ഞിയുമായ അമ്മ തന്റെ പുത്രന്റെ ഹിതത്തോട് യോജിക്കുകയും ലൂസിഫറും അവന്റെ അനുയായികളും നരകത്തിലേക്ക് നിപതിക്കട്ടെ എന്ന അവന്റെ കൽപ്പനയോട് സ്വന്തം ആജ്ഞ ചേർക്കുകയും ചെയ്തു. അത്യുന്നത രാജാവും അവന്റെ അമ്മയായ രാജ്ഞിയും കൽപ്പിച്ചപ്പോൾ സാത്താനും അവന്റെ സൈന്യവും കാൽവരിയിൽ നിന്നും തോൽപ്പിക്കപ്പെട്ട് അഗ്നിപാത്രം പോലെ നരകത്തിന്റെ അഗാധതയിലേക്ക് ചുഴറ്റിയെറിയപ്പെട്ടു. നരകത്തിലേക്കുള്ള ഈ എറിയപ്പെടൽ ആദ്യ തവണ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ സംഭവിച്ചതിനേക്കാൾ ദാരുണമായിരുന്നു. നരകം ജോബ് വർണ്ണിക്കുന്നതുപോലെ ജോബ് 10:22 ഇരുൾ നിറഞ്ഞതും അരാജകത്വം വിളയാടുന്നതും മരണത്തിന് നിഴലുകൾ വീണതും ദുഃഖവും വിഭ്രാന്തിയും നിറഞ്ഞതുമായ സ്ഥലമാണ്. ഈ നിമിഷത്തിൽ മേൽ പറഞ്ഞതെല്ലാം 10 മടങ്ങായി അവർ അനുഭവിച്ചു. പിശാചിന് സ്വന്തം നിശ്ചയപ്രകാരം ആരെയും ശിക്ഷിക്കാനോ അവരുടെ ശിക്ഷകൾ കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല. അവരുടെ കഷ്ടതകളെല്ലാം ദൈവത്തിന്റെ അലംഘനീയമായ നീതിയാൽ നിശ്ചയിക്കപ്പെട്ടതുമാകുന്നു. കുറെ നേരത്തേക്ക് സ്തംഭിച്ചുപോയ ലൂസിഫർ തന്റെ പതനത്തിൽ നിന്നും ഒരു തരത്തിൽ ഉയർന്നു. എന്നിട്ട് തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി പുതിയ ഗൂഢാലോചനകൾ ആരംഭിച്ചു. എല്ലാവരെയും യോഗത്തിലിരുത്തി സ്വയം അവരെക്കാൾ ഉയരത്തിൽ ആസനസ്ഥനായ ലൂസിഫർ അവരോട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: യുഗങ്ങളായി എന്നെ സേവിച്ച് എന്നോടൊപ്പമുള്ളവരാണല്ലോ നിങ്ങൾ. എന്റെ ഇഷ്ടങ്ങൾക്കെതിരെ അവൻ പ്രവർത്തിച്ചതിന് പ്രതികാരം ചെയ്യേണ്ടിയിരിക്കുന്നു. മനുഷ്യദൈവത്തിന്റെ കൈകളിൽ എനിക്ക് ലഭിച്ച പരിക്കുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ 33 വർഷങ്ങളായി അവൻ എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിക്കുകയുമായിരുന്നു. തന്റെ ദൈവികതയും ആത്മവ്യാപാരങ്ങളും അവൻ എന്നിൽ നിന്ന് മറച്ചുവെച്ചു. ഇപ്പോഴിതാ നമ്മൾ ഏൽപ്പിച്ച മരണത്തിലൂടെ അവൻ മരിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ മാംസം ധരിക്കുന്നതിനു മുൻപേ തന്നെ ഞാൻ അവനെ വെറുത്തിരുന്നു. എനിക്കുമേലെ സ്ഥാനമുള്ളവനായി കരുതപ്പെട്ട് അവൻ ആരാധിക്കപ്പെടുന്നതും എന്നേക്കാൾ യോഗ്യതയുള്ളവനായി കണക്കാക്കപ്പെടുന്നതും ഞാൻ സഹിച്ചില്ല. അതുമൂലം സ്വർഗത്തിൽ നിന്നും നിങ്ങളോടൊപ്പം വലിച്ചെറിയപ്പെടുകയും അത്യന്തം പരിതാപകരവും ജുഗുപ്സാവഹവുമായ അവസ്ഥയിലാകുകയും ചെയ്തിരിക്കുന്നു. പൂർവസ്ഥിതിയിൽ ഞാൻ ആസ്വദിച്ച മഹത്വത്തിൽ നിന്ന് എത്രയോ ദൂരത്തിലാണ് ഞാൻ എത്രയോ സുന്ദരനായിരുന്നു. ഇപ്പോൾ അവന്റെയും അവന്റെ അമ്മയുടെയും കരങ്ങളിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എനിക്ക് അല്പം പോലും സഹിക്കാനാവുന്നില്ല. ആദ്യ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട നിമിഷം മുതൽ യുഗങ്ങളായി ഞാൻ ഇവരെ 2 പേരെയും തേടുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അവനെ ആരാധിക്കരുതെന്ന് അവന്റെ സൃഷ്ടികളെ പഠിപ്പിക്കണമെന്നും അതിലൂടെ അവരെ വിനാശത്തിലേക്ക് നയിക്കാമെന്നും ഞാൻ വ്യാമോഹിച്ചിരുന്നു. ഇതായിരുന്നു എന്റെ തീവ്രമായ അഭിലാഷം. ഇതിനുവേണ്ടിയാണ് ഞാൻ നാളിതുവരെയും പരിശ്രമിച്ചതും. എല്ലാം ഇപ്പോൾ വ്യർത്ഥമായി. എന്തെന്നാൽ അവൻ തന്റെ താഴ്മയാലും എളിമയാലും എന്നെ നിർവീര്യനാക്കിയിരിക്കുന്നു. അവന്റെ ദീർഘക്ഷമ എന്നെ തകർത്തു കളഞ്ഞു. ഒടുവിൽ തന്റെ പീഡാസഹനത്താലും കുരിശുമരണത്താലും എന്റെ പരമാധികാരം തൂത്തെറിഞ്ഞ് ലോകത്തിന്റെ മേൽ വിജയം വരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് എന്നിൽ അത്യധികമായ നൊമ്പരമുളവാക്കുന്നു. ഇപ്പോൾ അവൻ പിതാവിന്റെ വലതുഭാഗത്ത് വിജയിതാവായി ഉപവിഷ്ടനായിരിക്കുന്നു. രക്ഷിതരായ ആത്മാക്കളെ മുഴുവൻ സ്വർഗത്തിൽ നിന്നിറക്കി നരകത്തിലെത്തിച്ചാലും എന്റെ ഇപ്പോഴത്തെ ക്ഷോഭമടക്കാനോ ഭ്രാന്തമായ രൗദ്രം ഇല്ലാതാക്കാനോ കഴിയുകയില്ല. എന്നേക്കാൾ എത്രയോ അധമമാണ് മനുഷ്യപ്രകൃതി. എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഇത്രമേൽ ഉയർത്തപ്പെടുന്നത്? ഇതെങ്ങനെ സാധിക്കും? മനുഷ്യപ്രകൃതി നിത്യവചനവുമായി താതാത്മ്യം പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹിക്കപ്പെടുന്നതെങ്ങനെ? ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആദ്യം അവൻ എനിക്കെതിരെ യുദ്ധം ചെയ്തു. എന്നിട്ടെന്നെ ഇപ്രകാരമുള്ള വലിയ പരിഭ്രാന്തിയിലാക്കി. തുടക്കം മുതലേ അവന്റെ ഈ മനുഷ്യത്വമായിരുന്നു എന്റെ ഏറ്റവും വലിയ ശത്രു. ആ മനുഷ്യത്വം എന്നിൽ അസഹ്യമായ ജുഗുപ്സയാണ് ഉയർത്തിയിരുന്നത്.
ഹാ, മനുഷ്യൻ ദൈവത്താൽ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവൻ! അവരെ അവൻ എത്രയധികം സ്നേഹിക്കുന്നുവോ അത്രയധികം ഞാൻ അവരെ വെറുക്കുന്നു. എപ്രകാരമാണ് മനുഷ്യരെ നിങ്ങളുടെ മഹാഭാഗ്യത്തെ ഞാൻ തകർക്കുക! നിങ്ങളുടെ അസ്തിത്വം തന്നെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത്? എന്റെ കിങ്കരന്മാരെ, നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? എവിടെ തുടങ്ങണം? എങ്ങനെയാണ് നാം മനുഷ്യവർഗത്തിന്റെ മേലുള്ള ആധിപത്യം പുനഃസ്ഥാപിക്കുക? എങ്ങനെ മനുഷ്യരെ അടിമകളാക്കാം? ഇപ്പോൾ മുതലേ മനുഷ്യരെല്ലാം നന്ദി കെട്ടവരും വിവേകശൂന്യരുമായില്ലെങ്കിൽ അവരെല്ലാം ആ ദൈവമനുഷ്യന്റെ പിന്നാലെ പോകും എന്നുറപ്പാണ്. എന്തെന്നാൽ അവൻ തന്റെ അവർണ്ണനീയമായ സ്നേഹത്താൽ അവരെ രക്ഷിച്ചിരിക്കുന്നു. ഇനി മനുഷ്യരാരും നമ്മുടെ തട്ടിപ്പുകൾ ഗൗനിക്കുകയില്ല. നാം കുൽസിത ബുദ്ധിയോടെ അവർക്ക് വച്ചു നീട്ടുന്ന ബഹുമതികൾ അവർ തട്ടിക്കളയും. അവർ മാംസത്തിന്റെ ദുരാശകളെയും അലസ സുഖങ്ങളെയും തിരിച്ചറിഞ്ഞ് ദ്വേഷിക്കുകയും ആത്മസംയമന യജ്ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അവർ ഭോഗാസക്തി ഉപേക്ഷിക്കും. സമ്പത്തും പദവിയും വെടിഞ്ഞ് അവരുടെ യജമാനൻ ചെയ്തതിനെ അനുകരിച്ച് ദാരിദ്ര്യം സ്വീകരിക്കും. അവരുടെ രക്ഷകനെ പിഞ്ചെന്ന് നാം നൽകുന്ന ഭൗതിക തൃഷ്ണകൾ പരിത്യജിക്കും. അങ്ങനെ നമ്മുടെ ഭരണം അസ്തമിക്കും. നമ്മുടെ ഗണത്തിൽ ചേർന്ന് പീഡനങ്ങളും പരിഭ്രാന്തിയും സ്വന്തമാക്കാൻ ആരെയും കിട്ടുകയില്ല. നമുക്ക് നിത്യമായി നഷ്ടമായ സന്തോഷം അവർക്ക് ലഭിക്കും. എല്ലാവരും ആത്മപരിത്യാഗം പരിശീലിക്കും. അവർ മരണത്തോളം ക്ഷമയോടെ സഹനങ്ങൾ ഏറ്റെടുക്കും. അവസാനം എന്റെ കോപവും അഹങ്കാരവും നിഷ്പ്രയോജനമാകും. ഹാ, ഞാൻ എത്ര കഠിന ദുഃഖത്തിലായിരിക്കുന്നു! ഈ പീഡനം എത്ര അസഹ്യം! അവനെ മരുഭൂമിയിൽ വച്ച് ഞാൻ പരീക്ഷിച്ചപ്പോൾ ആകെയുണ്ടായ ഫലം അവന് തന്റെ വിജയത്തിന്റെ ഒരു ഉദാഹരണം മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചെന്നത് മാത്രമായിരുന്നു. ആ മാതൃക പിന്തുടർന്ന് അനേക മനുഷ്യർ എന്റെ മേൽ എളുപ്പത്തിൽ വിജയം നേടും. ഞാൻ ഏൽപ്പിച്ച കഷ്ടപ്പാടുകൾ അവന്റെ ക്ഷമയുടെയും എളിമയുടെയും പാഠങ്ങൾ സ്ഫുടമാക്കി കൊടുക്കാൻ സാധിച്ചെന്നത് മാത്രമായിരുന്നു. യൂദാസിനെ പ്രലോഭിപ്പിച്ച് അവനെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുകയും യഹൂദരെ പ്രേരിപ്പിച്ച് കുരിശുമരണം വരിക്കാൻ ഇടയാക്കുകയും ചെയ്തപ്പോൾ ഞാൻ എന്റെ തന്നെ നാശവും മനുഷ്യരുടെ നിത്യരക്ഷയും ഉറപ്പുവരുത്തി. അതേസമയം ഞാൻ തകർത്തു കളയാൻ ആഗ്രഹിച്ച വിശ്വാസ സത്യങ്ങളാകട്ടെ കൂടുതൽ ആഴത്തിൽ ഉറപ്പായി ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് ദൈവമായ ഒരുവന് ഇത്രമാത്രം സ്വയം താഴ്ത്താൻ കഴിയുന്നത്? ഇത്രയും മഹനീയവും ഉന്നതവുമായ ഈ രക്ഷാകര പ്രവർത്തനത്തിൽ സഹകരിക്കാൻ എനിക്കെങ്ങനെയാണ് സാധ്യമായത്? എന്നെ ഇത്രമാത്രം ചെറുതാക്കാനും ദുർബലനാക്കാനും കഷ്ടപ്പെടുത്താനും കഴിഞ്ഞ ഇയാളുടെ ശക്തി എത്ര ദൈവികമാണ്! എന്റെ നിത്യശത്രുവിന്റെ അമ്മയായ ഈ സ്ത്രീ എന്നെ എതിരിട്ട് തോൽപ്പിക്കാൻ മാത്രം മേൽക്കോയ്മ നേടിയതെങ്ങനെ? ആദ്യമായി ഇവളിൽ സ്വർഗീയമായ അടയാളങ്ങളും ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീയുടെ ഛായയും കണ്ടപ്പോൾ തന്നെ ഞാൻ അവളെ കഠിനമായി വെറുത്തിരുന്നു. എന്നിട്ടും എനിക്കെതിരെ നിരന്തരം പോരാടി എന്നെ അടിയറവ് പറയിക്കാൻ ദൈവം ഇവളെ ആയുധമാക്കി മാറ്റിയല്ലോ. അതുകൊണ്ട് എന്റെ അനുയായി വൃന്ദങ്ങളെ, ഇതാ ഇപ്പോഴാണ് പ്രതികാരവേള. ദൈവത്തെ എതിരിടാനുള്ള സമയം. നിങ്ങൾ എല്ലാവരും എന്റെ പക്കൽ വരൂ. എന്തു ചെയ്യണമെന്ന് നമുക്കാലോചിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയണം. ചില പിശാചുക്കൾ ലൂസിഫറിന്റെ ഭീകര നിർദ്ദേശത്തോട് സഹകരിച്ചു. പരിത്രാണനത്തിന്റെ ഫലങ്ങൾ തടയുന്നതിന് വിവിധ തരത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് വച്ചു. അവരെല്ലാം ഒന്നുപോലെ ഒരു കാര്യം പറഞ്ഞു: ക്രിസ്തുവിനെ ക്ഷതമേൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതുപോലെ തന്നെ പരിശുദ്ധ കൂദാശകളുടെ ശക്തിയും ഇല്ലാതാക്കാനാവില്ല. ക്രിസ്തു പഠിപ്പിച്ച സത്യങ്ങളെ മായ്ച്ചു കളയാൻ ഇനി സാധ്യമല്ല. എന്നിരുന്നാലും മനുഷ്യരക്ഷയ്ക്കായി ദൈവം ചെയ്ത പദ്ധതികളും പ്രവൃത്തികളും തകർക്കാനും തടയാനും പുതിയ പദ്ധതികളും പ്രലോഭനങ്ങളും ആവിഷ്കരിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ചില കുബുദ്ധികളായ പിശാചുക്കൾ പറഞ്ഞു, മനുഷ്യവർഗത്തിന് ഇപ്പോൾ പുതിയതും അതിശക്തവുമായ നിയമങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. പുതിയ ജീവിത മാതൃകയും സന്മാർഗ പ്രബോധകയുമായി രക്ഷകന്റെ അമ്മ സഭയിലുണ്ട്. എങ്കിലും മനുഷ്യരുടെ സ്വാഭാവിക ഭാവങ്ങളും ആസക്തികളും അവർക്കിപ്പോഴും ഉണ്ടല്ലോ. അതിനാൽ കൂടുതൽ വീര്യത്തോടെ അവയെ ചൂഷണം ചെയ്ത് ഈ ദൈവമനുഷ്യൻ മനുഷ്യർക്കായി ചെയ്തതിനെ എതിർക്കുകയും തോൽപ്പിക്കുകയും ചെയ്യാം. മനുഷ്യവർഗത്തിനെതിരായി ശക്തമായ ഒരു യുദ്ധം നമുക്ക് തുടങ്ങാം. തങ്ങളുടെ കാമമോഹങ്ങളെ പിന്തുടരാനും മറ്റെല്ലാം മറന്നുകളയാനും അവരെ പ്രേരിപ്പിക്കണം. അങ്ങനെ ഈ വക കാര്യങ്ങളാൽ പ്രലോഭിതരായി അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ അവർ അതിന് വിരുദ്ധമായ പുണ്യങ്ങളെ മറന്നുകൊള്ളും. ഈ നിർദ്ദേശാനുസരണം അവർ ഓരോരുത്തരും ഓരോ ജീവിത മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തു. അങ്ങനെ ഓരോ വൃന്ദം പിശാചുക്കളും മനുഷ്യരെ വിഭിന്നങ്ങളായ തിന്മകളിലേക്കാകർഷിക്കാൻ പദ്ധതിയൊരുക്കി.
വിഗ്രഹാരാധന പരാജയപ്പെടുന്നിടത്ത് പാഷണ്ഡത വിതച്ച് സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുക. അതിനായി മനുഷ്യവർഗത്തെ അബദ്ധം പഠിപ്പിക്കാൻ കഴിവുള്ള ദുഷ്ടരായ നേതാക്കളെ തിരഞ്ഞെടുക്കുക. അതിനായി അവിടെ വെച്ച് തന്നെ ആരിയൂസ്, പെലാജിയൂസ്, നെസ്തോറിയസ് എന്നിവരെ തിരഞ്ഞെടുത്തു. ആദിമസഭയുടെ ആരംഭം മുതൽ ഇന്നുവരെയും ഉണ്ടായിട്ടുള്ള സകല ശീഷ്മകളെയും പാഷണ്ഡതകളെയും അവർ മനസ്സിൽ കുറിച്ചുവച്ചു. മനുഷ്യരക്ഷയുടെ അടിസ്ഥാന ശിലയായ ദൈവിക സത്യങ്ങളെയും പരിശുദ്ധ വിശ്വാസത്തെയും എതിർക്കാനുള്ള നിർദ്ദേശങ്ങൾ ലൂസിഫർ വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. നിർദ്ദേശകരായ പിശാചുക്കൾക്ക് ലൂസിഫർ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകുകയും മുഖസ്തുതികളാൽ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ശിശുക്കളുടെ സ്വാഭാവിക പ്രേരണകൾ അവരുടെ ഭ്രൂണാവസ്ഥയിൽ വച്ചു തന്നെ നശിപ്പിച്ചു കളയാൻ ചില പിശാചുക്കൾ തീരുമാനിച്ചു. മറ്റു ചിലരാകട്ടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും സന്മാർഗ പഠനത്തിലും അശ്രദ്ധ കാണിക്കാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതു സാധിക്കാനായി കുട്ടികളെ അമിതമായി ലാളിക്കുകയോ വെറുക്കുകയോ ചെയ്യുക, കുട്ടികളുടെ മനസ്സിൽ മാതാപിതാക്കളോട് കഠിനമായ വിദ്വേഷം ജനിപ്പിക്കുക എന്നീ തന്ത്രങ്ങളാണ് ആലോചിച്ചത്. ചില പിശാചുക്കൾ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ചയും സ്നേഹരാഹിത്യവും വളർത്താനും വിവാഹ പ്രതിജ്ഞ ലംഘിച്ച് വ്യഭിചാരത്തിലേക്ക് ചായാൻ പ്രേരണ നൽകാനും തീരുമാനിച്ചു. എല്ലാവരും ഒന്നുപോലെ മനുഷ്യരുടെ ഇടയിൽ വിദ്വേഷം, പക, അഹന്ത, കാമചിന്തകൾ, ധനാസക്തി, കീർത്തി നേടാനുള്ള മോഹം എന്നിവ ജനിപ്പിക്കാൻ ഉത്സുകരായി. വക്രയുക്തി, വ്യാജവാദങ്ങൾ എന്നിവ ഉപയോഗിച്ച് ക്രിസ്തു പഠിപ്പിച്ച സത്യങ്ങളെ എതിർക്കാനും നിശ്ചയിച്ചു. അതിനെല്ലാം ഉപരിയായി കർത്താവിന്റെ സഹന മരണങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെ മനുഷ്യരിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളും നടത്താൻ തീരുമാനിച്ചു. മേൽ വിവരിച്ച മാർഗങ്ങളിലൂടെ മനുഷ്യർക്കുള്ള എല്ലാ കഴിവുകളെയും ഭാരപ്പെടുത്തി ബുദ്ധി മന്ദീഭവിപ്പിച്ച് അവരിൽ ഭൗതിക വ്യഗ്രതകളും ശാരീരിക സുഖങ്ങളും മാത്രം അന്വേഷിക്കാനുള്ള ത്വര ഉണർത്തുക എന്നതായിരുന്നു അവന്റെ നിഗൂഢതന്ത്രം. നിത്യരക്ഷയെ തിരസ്കരിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു പിശാചിന്റെ പ്രധാന ദൗത്യം. വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ ശ്രവിച്ച ശേഷം ലൂസിഫർ ഇപ്രകാരം മറുപടി പറഞ്ഞു: നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവയെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. രക്ഷകൻ മനുഷ്യർക്കു നൽകിയ നിയമങ്ങൾ അറിയാത്തവരുടെ കാര്യത്തിൽ മേൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുക എളുപ്പമായിരിക്കും. എന്നാൽ അവയെ പുൽകുകയും പിൻചെല്ലുകയും ചെയ്യുന്നവരെ വീഴ്ത്താൻ എളുപ്പമല്ല. അവർക്കെതിരെ എന്റെ സകല ക്രൂരതയും പ്രയോഗിക്കാൻ ഞാൻ ഉറച്ചിരിക്കുന്നു. രക്ഷകന്റെ സുവിശേഷം ശ്രവിക്കുന്നവരെയും അതുവഴി അവന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നവരെയും ഞാൻ കഠിനമായി പീഡിപ്പിക്കും. ഇങ്ങനെയുള്ളവർക്കെതിരെയാണ് ലോകാവസാനം വരെ നാം പൊരുതേണ്ടത്. ഈ സഭയിൽ കളകൾ വിതയ്ക്കാൻ ഞാൻ തീവ്രമായി അഭിലഷിക്കുന്നു. വ്യർത്ഥ അഭിലാഷങ്ങൾ, അത്യാഗ്രഹം, കാമം, മാരകമായ വിദ്വേഷം, മറ്റു വഷളത്തരങ്ങൾ എന്നിവ ഞാൻ അവരിൽ വിതയ്ക്കും. ഒരിക്കൽ അവർ ഈ പാപങ്ങൾക്ക് അടിമപ്പെട്ടാൽ അവർ അതിൽ തഴച്ചു വളരും. അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് അകലും. രക്ഷകൻ അവർക്കായി ഒരുക്കിയതെല്ലാം അവർ നഷ്ടപ്പെടുത്തും. ഇപ്രകാരം രക്ഷയുടെ വാതിലുകൾ അവർ സ്വയം കൊട്ടിയടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനായാസം അവരുടെ മേൽ വിജയം വരിക്കാം. ആധ്യാത്മികമായ എല്ലാ ഭക്താഭ്യാസങ്ങളും ദുർബലപ്പെടുത്തണം. കൂദാശകളുടെ ശക്തിയെപ്പറ്റി അവരെ അജ്ഞരാക്കിയാൽ എളുപ്പത്തിൽ മാരക പാപങ്ങളിൽ വീഴ്ത്താൻ സാധിക്കും. കൂദാശകൾ യോഗ്യതയോടെ സ്വീകരിച്ചാൽ മാത്രമേ അവ ഫലമണിയൂ. അവരെ സദാ മന്ദോഷ്ണ അവസ്ഥയിൽ കുരുക്കിയിട്ടാൽ അവർ അയോഗ്യതയോടെ കൂദാശകൾ സ്വീകരിച്ചു കൊള്ളും. അവർ മരുന്നിനെ തിരസ്കരിച്ചാൽ രോഗാവസ്ഥയിലെത്തും. ആ അവസ്ഥയിൽ പ്രലോഭനങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിവില്ലാതാകും. നമ്മുടെ വഞ്ചന അവർ തിരിച്ചറിയുകയുമില്ല. തങ്ങളുടെ രക്ഷകനെയും അവന്റെ അമ്മയെയും പറ്റിയുള്ള ഓർമ്മകൾ മാഞ്ഞുപോയിക്കൊള്ളും. അവരുടെ ഈ ദുർഭഗാവസ്ഥ വരപ്രസാദം നേടുന്നതിന് തടസ്സമായി മാറും. ദൈവത്തെയും അവൻ അയച്ച രക്ഷകനെയും അവർ ഉപദ്രവിക്കും. അങ്ങനെ മനുഷ്യരെ നിസ്സഹായരാക്കാൻ നിങ്ങൾ ജാഗ്രതയോടെ എന്നെ സഹായിക്കുക. എന്റെ ആജ്ഞകൾ നടപ്പിലാക്കാൻ സമയവും അവസരവും പാഴാക്കാതെ വർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ സാത്താൻ സംഘം കർത്താവിന്റെ മരണശേഷം 1 വർഷത്തോളം ഗൂഢാലോചനയിലായിരുന്നു. സാത്താൻ കുബുദ്ധിയും ദുഷ്ടനും ജാഗ്രതയുമുള്ളവനുമാണ്. നാം ആകട്ടെ മന്ദോഷ്ണരും നിദ്രാവസ്ഥയിൽ വ്യാപരിക്കുന്നവരുമാണ്. എത്രയോ പേരാണ് സാത്താനെ പ്രതിരോധിക്കാതെ അവനെ കേൾക്കുകയും അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്തുകൊണ്ട് കുരുക്കിൽ വീഴുന്നത്. അവരുടെ മേൽ മരണം നിത്യമായി ചാർത്താൻ സാത്താൻ എത്ര ബദ്ധശ്രദ്ധനാണ്. ഈ വരികൾ വായിക്കുന്നവരോട് ഞാൻ അപേക്ഷിക്കുന്നു. ഈ മഹാ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്ത വേണം. ലോകത്തിന്റെ തിന്മ നിറഞ്ഞ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം.
നമ്മുടെ രക്ഷകൻ സഭയ്ക്കു നൽകിയ ശക്തമായ സഹായങ്ങളും ചികിത്സയും നിങ്ങൾ തീർച്ചയായും തേടണം. കാരണം നമ്മുടെ മേൽ പതിക്കാനിടയുള്ള നിത്യമരണമെന്ന അപകടം അത്രമേൽ ഭയാനകവും അപ്രതിരോധ്യവുമാണ്. അല്ലായിരുന്നെങ്കിൽ ഈ രോഗാവസ്ഥയ്ക്കുള്ള മറുമരുന്നുകൾ തരേണ്ടി വരികയില്ലായിരുന്നു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. ആദിമസഭ എന്റെ പുത്രന്റെ പ്രമാണങ്ങൾ ജീവിക്കുന്നവരായി പ്രത്യക്ഷപ്പെടുമ്പോൾ സാത്താൻ ഭീതി പൂണ്ട് ഓടിയൊളിച്ചു. ശിഷ്യരിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും വരപ്രസാദത്തിന്റെയും രക്ഷയുടെയും ആദ്യഫലങ്ങൾ അവതീർണമായി. ആദിമസഭ പ്രകടമാക്കിയ വിശ്വാസം ഇന്നത്തെ കത്തോലിക്ക സഭയിൽ വീണ്ടും സ്വീകരിക്കുകയും വരപ്രസാദത്തിൽ ജീവിക്കുകയും ചെയ്താൽ അന്ന് സംഭവിച്ച മഹാകാര്യങ്ങൾ ഇന്നും സംഭവിക്കും. അവർ കുരിശിന്റെ വഴി അന്വേഷിക്കണം. എന്തെന്നാൽ ലൂസിഫർ അതിനെ അന്ന് ഭയപ്പെട്ടതുപോലെ ഇന്നും ഭയപ്പെടുന്നു. എന്നാൽ പലരിലും ഉപവി, തീഷ്ണത, ഭക്തി എന്നിവ തണുത്തു പോകുകയും രക്ഷയുടെ മഹാ അനുഭവങ്ങൾ വിസ്മരിക്കുകയും ചെയ്യുന്നു. അവർ ഇന്ദ്രിയ സുഖങ്ങളിൽ വീണ്ടും നിപതിച്ചു. നിഗളവും ആർത്തിയും പ്രകടമാക്കി. ലൂസിഫറിന്റെ കള്ളത്തരങ്ങളെയും മിഥ്യാഭിമാനങ്ങളെയും പിഞ്ചെന്നു. ശത്രുവിന്റെ കരങ്ങളിലേക്ക് സ്വയം വിട്ടുകൊടുത്തു. ഈ നന്ദിക്കേടാണ് ഇന്നത്തെ ലോകത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഈ കാരണത്താൽ സാത്താന്റെ വൃന്ദങ്ങൾ അഹന്തയാൽ ജ്വലിച്ച് ദൈവത്തിനെതിരെ ഉയർന്നിരിക്കുന്നു. കത്തോലിക്ക വിശ്വാസികളുടെ ഉദാസീനതയും അശ്രദ്ധയും മറവിയും മൂലം ആദത്തിന്റെ മക്കളെല്ലാം തന്റെ പ്രജകളായി സാത്താൻ കരുതുന്നു. സഭ വിട്ടുപോയ മനുഷ്യരെ കരുക്കളാക്കി സഭയുടെ വിനാശം ഉറപ്പിക്കാനായി അവർ ഗൂഢാലോചന നടത്തുന്നു. സഭയെപ്പറ്റി ലാഘവ ബുദ്ധിയോടെ ചിന്തിക്കാൻ സഭയിലുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ പരിത്രാണനത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. രക്ഷകന്റെ രക്തം ചൊരിയലും മരണവും വിഫലമാക്കപ്പെടുന്നു. ഏറ്റവും വലിയ ദുരന്തമിതാണ്.